നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വൺ ലാസ്റ്റ് ഡാൻസ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഇത്തവണ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. മെസ്സി നേരത്തെ കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലൂടെ യോഗ്യത ഉറപ്പാക്കിയതാണ്. CR7 ടീം ഇന്നലെ അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തായിരുന്നെങ്കിലും ഇന്നലെ വിജയിച്ച് കയറിയതോടുകൂടി 2026 വേൾഡ് കപ്പിനുണ്ട്. സോ മെസ്സി ഉണ്ടാകും, ക്രിസ്ത്യാനോ ഉണ്ടാകും, നേർക്ക് നേർ. അതാ പറഞ്ഞത് വൺ ലാസ്റ്റ് ഡാൻസ്. ഇതുവരെ രണ്ടുപേർക്കും ഒരു സാമ്യതയുള്ളത്, രണ്ടുപേരും 5 വേൾഡ് കപ്പുകൾ വീതമാണ് കളിച്ചത്. സോ പുത്തൻ റെക്കോർഡാണ്. ഇന്ന് വരെ ചരിത്രത്തിൽ 5 വേൾഡ് കപ്പിനപ്പുറം കളിച്ച മറ്റാളുകളില്ല. രണ്ടുപേരും 6ാം വേൾഡ് കപ്പ് കളിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ഇട്ടു. ഇപ്പോൾ വേൾഡ് കപ്പ് നേട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും മെസ്സിയേക്കാൾ മുമ്പിലല്ല ക്രിസ്ത്യാനോ. വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ തവണ ലിയോ മെസ്സി. ക്രിസ്ത്യാനോക്ക് അതില്ല. ഇത്തവണ അതും ഒപ്പത്തിനൊപ്പം പിടിക്കുമോ ക്രിസ്ത്യാനോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഫിഫ ഒഫീഷ്യലി നൽകുന്ന കുറച്ച് കണക്കുകൾ രണ്ടുപേരും വേൾഡ് കപ്പ് യോഗ്യത നേടിയ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്. മെസ്സിയുടെ വേൾഡ് കപ്പ് റെക്കോർഡ്സ് എന്താണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വേൾഡ് കപ്പ് റെക്കോർഡ്സ് എന്താണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെസ്സിയിൽ നിന്നാണ്. മെസ്സിയാണല്ലോ ഈ കൂട്ടത്തിൽ രണ്ടുപേരിൽ ലോക ചാമ്പ്യനായിട്ടുള്ളത്. അപ്പോൾ ലിയോ മെസ്സിക്ക് ഒരുപാട് റെക്കോർഡുകളുണ്ട്. മെസ്സി 6 വേൾഡ് കപ്പുകൾ കളിക്കുന്ന ആദ്യ താരം എന്ന രൂപത്തിൽ ആവാൻ പോകുന്നു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കൂടി ആവാൻ പോവുകയാണ്. മാത്രമല്ല മറ്റു ചില താരങ്ങൾക്കും അതിന് സാധ്യതയുണ്ട്. നിലവിൽ 5 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളവർ മെസ്സിയുണ്ട്, ക്രിസ്ത്യാനോ ഉണ്ട്. കൂടാതെ ആൻ്റോണിയോ കർബാജൽ, പിന്നെ ലോതർ മത്തേയൂസ്, റഫ മാർക്കേസ്, ആൻഡ്രസ് ഗൊഡാഡോ, ഇവരൊക്കെ 5 വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇനിയിപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും 6 വേൾഡ് കപ്പുകൾ എന്നുള്ള റെക്കോർഡിലേക്ക് പോകും. ഇനി നോക്കുക, മെസ്സി 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചപ്പോൾ 26ാമത്തെ വേൾഡ് കപ്പ് മത്സരമാണ് അവിടെ കളിച്ചത്. അപ്പോൾ ലോതർ മത്തേയൂസിൻ്റെ റെക്കോർഡ് തകർത്തു. ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള, വേൾഡ് കപ്പ് അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ള താരം എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും അധികം വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചത് മെസ്സിയാണ്, 19 എണ്ണം. അദ്ദേഹത്തിന് പുറകിലുള്ളത് റാഫ മാർക്കേസ് 17, ഡിയേഗോ മറഡോണ 16. അപ്പോൾ ഏറ്റവും അധികം മത്സരങ്ങൾ ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പിൽ കളിച്ചതും ലിയോ മെസ്സിയാണ്. ദെൻ മോസ്റ്റ് മിനിറ്റ്സ്, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മിനിറ്റുകൾ കളിച്ചയാളും ലിയോ മെസ്സിയാണ്, 2314 മിനിറ്റുകൾ. പോളോ മാൽഡീനിയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്ന്. 2217 മിനിറ്റാണ് പോളോ മാൽഡീനി വേൾഡ് കപ്പിൽ കളിച്ചിട്ടില്ലെങ്കിൽ മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലോടുകൂടി ആ റെക്കോർഡ് തിരുത്തി കുറിച്ചു. ഇത് നോക്കുക, 5 വേൾഡ് കപ്പ് ടൂർണമെൻറ്റുകളിൽ ഒരു അസിസ്റ്റെങ്കിലും നേടിയിട്ടുള്ള താരം അത് മെസ്സിയാണ്. മെസ്സി ഈസ് ദി ഓൺലി പ്ലെയർ ടു രജിസ്റ്റർ ആൻ അസിസ്റ്റ് ഇൻ 5 വേൾഡ് കപ്സ്. ഒരു അസിസ്റ്റെങ്കിലും 5 വ്യത്യസ്ത വേൾഡ് കപ്പുകളിൽ രജിസ്റ്റർ ചെയ്ത ഒരേ ഒരു കളിക്കാരൻ അദ്ദേഹമാണ്. ഈ കാര്യത്തിൽ ക്ലോസസ്റ്റ് ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത് പെലെ, അതുപോലെ തന്നെ ലാറ്റോ, ഡിയേഗോ മറഡോണ, ഡേവിഡ് ബെക്കാം. അവർ 3 ഡിഫറെൻറ്റ് വേൾഡ് കപ്പുകളിൽ അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ പെലെയും മെസ്സിയും ഒരു റെക്കോർഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ് അസിസ്റ്റ് ഇൻ നോക്കൗട്ട് ഫേസ് എന്നുള്ളതാണ്. വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് ഫേസിലെ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത് പെലെയും മെസ്സിയുമാണ് 6 വീതം. ഇനി വേൾഡ് കപ്പിലെ ഏറ്റവും അധികം ഗോളുകൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ള മെസ്സിയാണ്, 13 എണ്ണം. അദ്ദേഹത്തിന് പുറകിലുള്ളത് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട 10, ഡിയേഗോ മറഡോണ 8, ഗുയർമോ സ്റ്റാബിലെ 8, മാരിയോ കെമ്പസ് 6, ഗോൺസല ഹിഗ്വൈൻ 5 എന്നിങ്ങനെ നിൽക്കുന്നു. ഇനി മെസ്സി ഈസ് ദി ഓൺലി പ്ലെയർ ടു സ്കോർ ഇൻ ദി വേൾഡ് കപ്പ് ഇൻ ഹിസ് ടീൻസ്, 20s ആൻഡ് 30s. 18 വയസ്സിനിടയിൽ ടീനേജിലും പിന്നെ 20 വയസ്സുകളിലും 30കളിലും ഗോൾ അടിച്ചിട്ടുള്ള ഒരേ ഒരു പ്ലെയർ ലിയോ മെസ്സിയാണ്. ദെൻ മറ്റൊന്ന്, മെസ്സി സ്കോർഡ് ഹിസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേൾഡ് കപ്പ് ഗോൾസ് 16 years and 184 days apart. എന്തൊരു വലിയ
വ്യത്യാസമാണ്. അദ്ദേഹം ആദ്യ വേൾഡ് കപ്പ് ഗോളടിച്ചതും അദ്ദേഹം ഇപ്പോൾ അവസാന വേൾഡ് കപ്പ് ഗോളടിച്ചതും തമ്മിൽ 16 കൊല്ലവും 184 ദിവസവും വ്യത്യാസമുണ്ട്. അതിനെയും കൂടും. ഈ വേൾഡ് കപ്പിൽ കൂടി ഗോളടിക്കുമ്പോൾ ആ കണക്കിനെയും കൂടും. ഈ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 16 വർഷവും 160 ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലെ 2 ഗോളുകൾ, ആദ്യത്തെയും അവസാനത്തെയും ഗോളുകൾ തമ്മിലുള്ള വ്യത്യാസം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലെയർ ഓഫ് ദി മാച്ച് ഫസ്റ്റ് അവാർഡ് ചെയ്യുന്നത് 2002 ദെൻ അവിടെ മുതൽ അങ്ങോട്ട് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മെസ്സി 11 തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2002 മെസ്സി കളിച്ചിട്ടില്ല, 2006 മുതലാണ്. അപ്പോൾ 2002 മുതലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് വേൾഡ് കപ്പുകളിൽ കൊടുത്തു തുടങ്ങിയത്. ഇപ്പോൾ 11 തവണ ഓൾറെഡി വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിക്കൊണ്ട് ലിയോ മെസ്സി അക്കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. അതിൽ 4 ബ്രസീലിൽ നടന്ന 2014 വേൾഡ് കപ്പിൽ 4 അദ്ദേഹം സ്വന്തമാക്കിക്കൊണ്ടത് റെക്കോർഡാണ്. വെസ്ലി സ്നൈഡറും ഇതുപോലെ 4 വേൾഡ് കപ്പ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് 2010 ദെൻ മിറോസ്ലാവ് ക്ലോസെ ഹാസ് പ്ലേഡ് ഇൻ റെക്കോർഡ് 17 വേൾഡ് കപ്പ് വിക്ടറീസ്. മെസ്സിക്ക് ഇപ്പോൾ കറൻ്റ്ലി 16 വേൾഡ് കപ്പിൽ 17 വിജയങ്ങൾ നേടിയിട്ടുള്ള റെക്കോർഡ് മിറോസ്ലാവ് ക്ലോസയുടെ പേരിലാണെങ്കിൽ മെസ്സിക്ക് ഇപ്പോൾ 16 വിജയങ്ങൾ വേൾഡ് കപ്പ് മത്സരങ്ങളിലുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം അത് മറികടക്കും എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി നമ്മൾ ക്രിസ്ത്യാനോയുടെ വേൾഡ് കപ്പ് റെക്കോർഡുകൾ അല്ലെങ്കിൽ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ക്രിസ്ത്യാനോ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് 2006 പിന്നെ അദ്ദേഹം നമുക്കറിയാമല്ലോ ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അത് പറയുമ്പോൾ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആകെ വേൾഡ് കപ്പ് അപ്പിയറൻസുകൾ 5 വേൾഡ് കപ്പുകളിലാണ്. മെസ്സിയെ പോലെ തന്നെ 2006, 2010, 2014, 2018, 2022 ഇനിയിപ്പോൾ 6ാമത്തേലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, മെത്തേസും ആൻറ്റോണിയോ കർബാഹലും റഫേ മാർക്കസും ജിയാൻലുഗി ബഫണും ആൻഡ്രേസ് ഗുഡാഡയും ഗുയർമോ ഒച്ചാവോയും ലയണൽ മെസ്സിയും ഒക്കെ ഇതുപോലെ കുറച്ചധികം വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുള്ളവരാണ്. ദെൻ റൊണാൾഡോയുടെ കാര്യത്തിൽ 2006 വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6 കളികൾ കളിച്ചു 1 ഗോള്. 2010 വേൾഡ് കപ്പിൽ 4 കളികൾ കളിച്ചു 1 ഗോള്. 2014 വേൾഡ് കപ്പിൽ 3 കളികൾ കളിച്ചു 1 ഗോള്. 2018 വേൾഡ് കപ്പിൽ 4 കളികൾ കളിച്ചു 4 ഗോളുകൾ. 2022 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളുകളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലിരുത്തിയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കളിച്ച 5 വേൾഡ് കപ്പുകളിലും അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 6ാം വേൾഡ് കപ്പിന് ഒരുങ്ങുകയാണ്. പക്ഷേ ലിയോ മെസ്സി 2010 വേൾഡ് കപ്പിൽ ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ കളിച്ച വേൾഡ് കപ്പുകളിലൊക്കെ അസിസ്റ്റ് നൽകിയ റെക്കോർഡാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ സംഗതി എന്തായാലും വേൾഡ് കപ്പിൽ 2 തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട് ലയണൽ മെസ്സി. 2014 2022 1 തവണ കിരീടവും ചൂടി. ക്രിസ്ത്യാനോയ്ക്ക് ഇതുവരെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കാനും പറ്റിയിട്ടില്ല. ഈ തവണ അതിനൊക്കെ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പിലെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, മെസ്സി ക്രിസ്ത്യാനോയേക്കാൾ കാതങ്ങൾ മുന്നിലാണ്. ആ കണക്ക് മാറ്റിക്കുറിക്കാൻ ഈ ലാസ്റ്റ് ഡാൻസിൽ CR7 കൊണ്ടാവുമോ, അതല്ല മെസ്സി വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.